കൂടെ വേദി പങ്കിടാനും സംവദിക്കാനും ഒക്കെ കഴിഞ്ഞതിലുള്ള നന്ദിയും കടപ്പാടും ആദ്യമായി തന്നെ തണലിൻ്റെ പ്രവർത്തകരെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള, ചിന്തിപ്പിച്ചിട്ടുള്ള, കണ്ണ് നനയിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരൊക്കെ മൺമറഞ്ഞു പോകുമ്പോൾ ആ നഷ്ടം നമുക്കെല്ലാവർക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. അവർ വരച്ചിട്ട് പോയ, അവർ പകർന്നാടിയ വേഷങ്ങളും കഥാപാത്രങ്ങളും ഡയലോഗുകളുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓർത്തു വെക്കാനും പലപ്പോഴും ചിരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ മറക്കാനുമൊക്കെ പരമാവധി കാഴ്ചവെച്ചിട്ടുള്ള ഒരു മഹത്തായ കലാകാരനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയത്. മോഹൻ സാറിവിടെ പറഞ്ഞു, അദ്ദേഹം സ്വന്തം വഴിവെട്ടി വന്നവൻ എന്നൊക്കെ വെറുതെ പരസ്യത്തിന് പലരും ചെറുപ്പക്കാർ നടന്മാർ പറയുമെങ്കിലും പറവൂരൊരു ഗ്രാമത്തിൽ താമസിച്ച, സിനിമയുടെ ഗ്ലാമറിന് ഒപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ തലം വരെ ഒരു നടനെന്നുള്ള നിലയിലെത്തി എല്ലാവരോടും മത്സരിച്ച് ഒരു ദേശീയ അംഗീകാരം ഒക്കെ വാങ്ങി വരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹത്തായ കലാകാരനാണ് അദ്ദേഹം. കലാരംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ പലപ്പോഴും വൈമുഖ്യം കാണിക്കാറുണ്ട്. കാരണം അവരുടെ സ്വീകാര്യത കുറഞ്ഞു പോകുമോ, അവർക്കെതിരെ ആരോപണങ്ങൾ വരുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട്, കാരണവന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ്റെ മടിയിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന രീതിയിൽ, ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവർക്കും സ്വീകാര്യനായി നിൽക്കുന്ന രീതിയിൽ നടന്മാരൊക്കെ മുഖം മൂടിയണിഞ്ഞ് നിൽക്കുമ്പോഴും തൻ്റെ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ച്, തൻ്റെ നിലപാടുകളെ വിളിച്ചു പറഞ്ഞ്, തൻ്റെ മനസ്സിൽ തോന്നുന്ന സത്യങ്ങൾ ഒരാളെയും ഭയക്കാതെ വിളിച്ചു പറയാനൊക്കെ ധൈര്യം കാണിച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്, അല്ലേ മോഹൻ സാർ, ആർക്കും എഴുതി കൊടുക്കാൻ കഴിയുന്ന, ഒരു എഴുത്തുകാരന് എഴുതി കൊടുക്കാൻ കഴിയുന്ന ഡയലോഗുകളല്ല ഒരിക്കലും. അത് ആ നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിലൂടെ ആ സമയത്തിടുന്ന നർമ്മങ്ങളാണ് ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ പലരും ഉപയോഗിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറെന്ന് നമ്മൾ പറയും. അത് സലീമേട്ടൻ്റെ ഒരു സംഭാവനയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാത്തൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ബിരിയാണി കിട്ടിയെങ്കിലാ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മളെ ഇവിടെ പറഞ്ഞു പോയത്. ഒരു ദിവസം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 5 വട്ടം അദ്ദേഹത്തിൻ്റെ മരണം ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഫേസ്ബുക്ക് കണ്ട? എന്താ സലീമേട്ടാ? ഞാൻ 5ാമത്തെ പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. കാരണം വാട്സപ്പിൽ സലീം കുമാർ അന്തരിച്ചു. അയാളെ എവിടെയെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വരും, സലീം കുമാർ അന്തരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ മരിക്കുമ്പോൾ ആളുകൾ എന്തു പറയും എന്നൊക്കെ പറയുന്നത് പോലും ഒരു തമാശയായിട്ട് എടുക്കുകയും നമ്മുടെയൊക്കെ ആസ്വദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു മഹാൻ. സത്യം തുറന്നു പറയാൻ വൈമുഖ്യം കാണിക്കാത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ലോകത്ത് ഇത്രയും സിനിമയിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളല്ലേ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ പറവൂരിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ വിശന്ന് കുടലി കത്തിയായിരിക്കും പോണത്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല രാവിലെ. ആ എടപ്പള്ളി മോഡേൺ ബ്രെഡിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു മണം വരും. അത് ഞാനിങ്ങനെ വലിച്ചിങ്ങാട് കയറ്റും. അപ്പം അവിടെ എത്തി ആ സ്കൂളിലെത്തുന്നത് വരെയുള്ള വിശപ്പ് അടക്കാൻ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലം ആ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അപ്പുറത്തെ മോഡേൺ ബ്രെഡ് ആണെന്ന് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് സലീം കുമാർ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം തണലിൽ വരും. വലിയൊരു പരിപാടിയിൽ ഇവരെ ചിരിപ്പിക്കുകയും പാടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോവുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുന്നു. ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അശരണരായവരെ ചേർത്ത് പിടിക്കാനും ഒരു പഞ്ചായത്തും ഒരു സമൂഹവും
ഇവിടുത്തെ ബഹുമുഖ പ്രതിഭകളുമൊക്കെ ഒന്നിച്ചു നിൽക്കുന്നത് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ശ്രീമൂലം നഗരം പോലത്തെ ഒരു പഞ്ചായത്ത്, കലാകാരന്മാരൊരുപാടുള്ള, ഒരു ജാതി സ്പർദ്ധയുമില്ലാതെ എല്ലാ മതസ്ഥരും സഹോദരന്മാരെ പോലെ, ഇന്നുവരെ ഞാൻ പത്രത്തിൽ കണ്ടിട്ടില്ല ശ്രീമൂല നഗരത്തൊരു ജാതി വിഭാഗീയതോ തർക്കോ ഇങ്ങനെ വഴക്ക് നടക്കുന്നോ മാറ്റി നിർത്തപ്പെടുന്നൊന്നും ഒരു വാർത്തയിൽ പോലും കണ്ടിട്ടില്ല. അത്രയും സുന്ദരമായ ഒരു ഗ്രാമത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ നമ്മളുടെ ഇടയിൽ അവശത അനുഭവിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിനൊപ്പം നമ്മുടെ തോളോട് ചേർത്ത് നിർത്താൻ കാണിക്കുന്ന ഈ മനസ്സിന്, ഈ പ്രവർത്തനത്തിന് എൻ്റെ എല്ലാ ഹൃദയാഭിവാദ്യങ്ങളും നേരുന്നു. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ സലീം കുമാർ എത്ര കാലം കഴിഞ്ഞാലും, മലയാള സിനിമയുള്ളിടത്തോളം കാലം, മലയാളികളുള്ളിടത്തോളം കാലം, തമാശ ആസ്വദിക്കുന്നവരുള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.